സ്റ്റോറിയിലേക്കാണ്. അതെ, പ്രജന് ചൂളം അടിക്കാൻ അറിയോ? പിന്നെ വെറുതെ അല്ല, ഈണത്തിൽ ചൂളം അടിക്കാൻ പയറ്റാറുണ്ട്. പക്ഷെ ഇപ്പോ പറ്റുന്നില്ല. നമുക്ക് നേരെ റിപ്പോർട്ടിലേക്ക് പോവാം. എന്നാൽ അങ്ങനെ ചൂളം അടിക്കാൻ നന്നായി അറിയുന്ന ഒരു മിടുക്കിയെ കുറിച്ചാണ് പറയുന്നത്. വെറുതെ ചൂളം അടിക്കാനല്ല, പാട്ടിനൊത്ത് ചൂളം അടിക്കാൻ അറിയുന്ന വേൾഡ് ഓഫ് വിസിലിംഗിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ 7ാം ക്ലാസ്സുകാരി ശ്രുതി സാന്ദ്ര. എന്താണ് ഐറ്റം എന്നല്ലേ, അതാണ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത്. നേരെ കൊല്ലത്തേക്കാണ്. ദേവരാജൻ മാസ്റ്ററുടെ ജന്മസ്ഥലമായ പരവൂരിന്റെ മണ്ണിൽ നിന്ന് ചൂളമടിച്ചുകൊണ്ട് ആസ്വാദകരുടെ ഹൃദയ അറകളിലേക്കാണ് ശ്രുതി സാന്ദ്ര എന്ന കൊച്ചുമിടുക്കി കയറി ചെന്നത്. സംഗീത സംവിധായകനും കീബോർഡ് ആർട്ടിസ്റ്റുമായ സജിത് സാന്ദ്രയുടെ ഇളയ മകളായ ശ്രുതി കോവിഡ് കാലത്താണ് ആദ്യമായി വീട്ടിൽ നിന്ന് ചൂളമടിയുടെ ആദ്യ പാഠങ്ങൾ സ്വന്തമായി പഠിച്ചത്. പിന്നീട് കരോക്കെയ്ക്കൊപ്പവും ചൂളമടിച്ച് പരിശീലനം നടത്തി ആ കഴിവിനെ മെച്ചപ്പെടുത്തുകയായിരുന്നു. ലോക്ക്ഡൗൺ ആയിരുന്നപ്പോഴാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ചെറുതായിട്ട് വിസിലടിക്കുമായിരുന്നു. പിന്നെ കരോക്കെയൊക്കെ ഇട്ട് പാടി നോക്കിയപ്പോൾ ശരിയായി. അങ്ങനെ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു സംഘടനയിൽ ചേർന്നു, വേൾഡ് ഓഫ് വിസിലേഴ്സ്. ഇപ്പോൾ അതിൽ 2 മത്സരം കഴിഞ്ഞു. 2 എനിക്ക് ഫസ്റ്റ് ലഭിച്ചു. നാട്ടിൻപുറത്തെ പല വേദികൾ, സ്കൂളുകൾ, പല സംഘടനകളുടെ പരിപാടികൾ എന്നിവയിലടക്കം ശ്രുതി പങ്കെടുത്തു. ഒടുവിൽ കൊച്ചിയിൽ വെച്ച് നടന്ന വേൾഡ് ഓഫ് വിസ്ലിംഗ് മത്സരത്തിൽ പങ്കെടുത്ത് 1ാം സ്ഥാനം നേടി. പ്രായഭേദമന്യേ എല്ലാവരും ഒരുമിച്ചു പങ്കെടുക്കുന്ന മത്സര ഇനത്തിലാണ് 100ഓളം വരുന്ന മത്സരാർത്ഥികളെ പിന്തള്ളി ശ്രുതി മികവ് തെളിയിച്ചത്. മോളുടെ ഈ വിസില് തുടങ്ങുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്ക് ഇതിനെക്കുറിച്ചൊരു സാധ്യത ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത പോലും നമുക്ക് ഉണ്ടായിട്ടില്ല. ആദ്യകാലങ്ങളിൽ വിസിലടിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടെന്ന് വരെ പറയാം. അപ്പം അതുകൊണ്ട് ആദ്യമൊക്കെ നമ്മൾ നിരുത്സാഹപ്പെടുത്തി. എങ്കിലും പിന്നീട് കുറേ കാലം കഴിഞ്ഞ ശേഷമാണ് ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാകുന്നത്. മോള് കുറച്ചുകൂടെ അത് ഡെവലപ്പ് ചെയ്ത് ശ്രുതിയും താളത്തിലും ഒക്കെ പാടാനും അതുപോലെ തന്നെ കരോക്കെയ്ക്ക് ഒത്ത് പാടാനൊക്കെ തുടങ്ങിയപ്പോൾ നമുക്ക് അതിനകത്തൊരു ഇംപ്രഷൻ ഉണ്ടാവുകയും തിരിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ഉണ്ടായത്. എല്ലാത്തിനും പിന്തുണയുമായി അച്ഛൻ സജിത് സാന്ദ്രയും അമ്മ സുമയും സഹോദരി സ്നേഹയുമുണ്ട്. പരവൂർ കൂനയിൽ സ്നേഹതീർത്ഥം എന്ന വീട്ടിലെത്തിയാൽ ഇപ്പോൾ ശ്രുതി ഇതിനോടകം കരസ്ഥമാക്കിയ മെഡലുകളും ട്രോഫികളും ആദരവുകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. 24 കൊല്ലം.